വൈദ്യുതിയെ ഒരു ജനസൗഹൃദ മേഖലയാക്കി വൈദ്യുതി ബോർഡിൻ്റെയും വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ പീപ്പിൾ ഫ്രണ്ട്ലി ജനസൗഹൃദ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ജനപ്രതിനിധികളുടെ കൂട്ടായ്മ ഏറ്റവും അത്യാവശ്യമാണ്. മലപ്പുറം പാക്കേജിന് കുറേ കാലതാമസം വന്നിട്ടുണ്ട്. അതിന് ചില കാര്യങ്ങൾ സാങ്കേതിക തടസ്സങ്ങളാണ്. മെയിനായിട്ട് ഈ ഒരു കരാറിൽ ടെൻഡർ വരുമ്പോൾ വലിയ സംഖ്യ എബോവായിട്ട് കാണിക്കുന്നു. 60% വരെ എബോവായിട്ട് ഒരു കരാറിൽ ടെൻഡർ വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രയാസമുണ്ട്. അപ്പോൾ റീ ടെൻഡർ വരും. നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ലോക്കൽ കോൺട്രാക്ടേഴ്സുമാർ കുറവാണ്. അപ്പോൾ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ചില കാര്യങ്ങൾക്ക് അപ്രൂവൽ കൊടുക്കേണ്ടത് ബോർഡാണെങ്കിൽ ആ തരത്തിലുള്ള ആവശ്യമായ നടപടികളും ചെയ്യുന്നത്. മലപ്പുറം പാക്കേജ് വൈദ്യുതിയുടെ പ്രശ്നപരിഹാരത്തിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മലപ്പുറം പാക്കേജ് നടപ്പിലാക്കുന്നതിൽ വരുന്ന കാലതാമസം, ചില സാങ്കേതിക തടസ്സങ്ങളാണ്. അതിൻ്റെ ടെൻഡർ അക്സെപ്റ്റൻസിൽ വരുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വേഗത്തിൽ പരിഹരിച്ച് മലപ്പുറം പാക്കേജ് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ യോഗത്തിൽ നിന്ന് ചർച്ച വന്നു, തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കാര്യം മലപ്പുറത്തിൻ്റെ ജനസംഖ്യയും വിസ്തൃതിയും കണക്കിലെടുത്തുകൊണ്ട് 2 കാര്യങ്ങൾ. പുതിയ സബ്സ്റ്റേഷൻസ് വേണം, അതിൻ്റെ പ്രപ്പോസൽസ് ഉണ്ട്. ചിലത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, കൂടുതൽ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് പരിശോധിക്കും, പരിഗണിക്കും. പിന്നത്തത് കൂടുതലായിട്ട് കൺസ്യൂമേഴ്സ് ഉള്ള സെക്ഷൻ ഓഫീസുകൾ, 10-30,000-ലധികം കൺസ്യൂമേഴ്സ് ഉള്ള സെക്ഷൻ ഓഫീസുകളിൽ അവർക്ക് ആവശ്യത്തിന് സമയബന്ധിതമായിട്ട് സേവനം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവുണ്ട്. അത് പരിഹരിച്ചുകൊണ്ടും പുതിയ സെക്ഷൻ ഓഫീസുകൾ ആരംഭിച്ചുകൊണ്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക, ഈ വിഷയങ്ങൾ. പിന്നെ കൂടുതൽ ലൈൻ വരിക, അതുപോലെ തന്നെ കൂടുതൽ ട്രാൻസ്ഫോമറുകൾ വേണം, ഉള്ള സബ്സ്റ്റേഷനുകളുടെ വിപുലീകരണം. പലപ്പോഴും മലയാളികളായിട്ടുള്ള കോൺട്രാക്ടർമാർ ഇപ്പോൾ റോഡ് വർക്കിന് നമുക്ക് കിട്ടും, പാലം പണിയാൻ നമുക്ക് കിട്ടും. റോഡോ പാലം പോലെയല്ല, ഇതിന് കുറേ കൂടി ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണം, കോൺട്രാക്ടേഴ്സ് വേണം, അതിൻ്റെ സൂപ്പർവിഷൻ ആളുകൾ വേണം. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ കുറവാണ്. അവരെ ആകർഷിക്കാനും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവർ ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ചവർ കുറേ പേര് പോയി. ഈ മേഖല മാത്രമല്ല, പല നിർമ്മാണ മേഖലയിലൊക്കെ വരുന്നത് തെരഞ്ഞെടുപ്പിന് പോയ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്ത എക്സ്പെർട്ടൈസ് ഉൾപ്പെടെയുള്ള സാധാരണ തൊഴിലാളി ഉൾപ്പെടെയുള്ളവർ പോയിട്ട് മടങ്ങി വരാത്ത കുറേ കേസുകളുണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കഴിയുന്നത്ര ആളുകളെ കണ്ടെത്താനും കേരളത്തിന് വെളിയിലുള്ള നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് സേവനം ലഭ്യമാക്കാനും പരമാവധി പരിശ്രമിക്കും. പിന്നെ ടെൻഡറിൻ്റെയും അതിൻ്റെ പ്രൊസീജിയറിൽ ഗവൺമെൻറ് ഇടപെടുന്നതിന് പരിധിയുണ്ട്. അതിന് ചില കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ടേ ടെൻഡറുകൾ പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രയാസം. MLA-മാരുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വൈദ്യുതി സംബന്ധിച്ച കാര്യങ്ങൾക്കുള്ളൊരു കമ്മിറ്റി നേരത്തെ ശ്രീ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ തന്നെ രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയെ റിവൈവ് ചെയ്ത് പുനഃസംഘടിപ്പിച്ച് പുതിയ MLA-മാരുടെ നേതൃത്വത്തിൽ ആ കമ്മിറ്റി ആവശ്യഘട്ടങ്ങളിൽ യോഗം ചേർന്ന് 2 മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിയുന്നത്ര യോഗം ചേർന്ന് അതാത് നിയോജക മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ജില്ലാതലത്തിൽ ഇവിടുത്തെ വൈദ്യുതി വകുപ്പിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ കളക്ടറും എല്ലാ ജനപ്രതിനിധികളും കൂടി പങ്കെടുത്തുകൊണ്ട് ജില്ലാതല യോഗം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ചേർന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇതിൻ്റെ പുരോഗതിയും അതുപോലെ തന്നെ പുരോഗതിയില്ലാത്ത കാര്യങ്ങളും അവലോകനം ചെയ്ത് ആവശ്യമായ നടപടികൾക്കായിട്ട് അങ്ങനെ യോഗം ചേരുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്.